അയാളെപ്പോലെ ഈ ചാൾസ് ഓവരായനെ പറ്റി പറയില്ലേ, ആളുകളെ കൊല്ലാനും ചാൾസ് ഓവരായനെ പോലെ വേറൊരാളില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ വിഗ്രഹമോഷണത്തിന്റെ കാര്യത്തിൽ സുഭാഷ് കപൂറിനെ പോലെ വേറൊരാളെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. 2000 കോടി രൂപയുടെയാ അയാള് മോഷണമൊക്കെ നടത്തിയതിൻ്റെ മൂല്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇയാളെ സുഭാഷ് കപൂർ ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ പൗരൻ 2011 ഇയാളെ അറസ്റ്റ് ചെയ്തത് ജർമ്മനിയിൽ. എന്നിട്ട് ഇന്ത്യക്ക് വിട്ടുകിട്ടി, എന്നിട്ട് ശിക്ഷ കൊടുക്കുകയാണ്. ക്ഷേത്ര വിഗ്രഹങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. പല വിഗ്രഹങ്ങളും തിരിച്ചു കിട്ടി. കാരണം ഇയാൾ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയതാണെന്ന് നമ്മൾ അമേരിക്കയിലെ മ്യൂസിയത്തിനോടൊക്കെ പറയുന്നു. സർക്കാരുമായിട്ട് കത്തിടപാടുകൾ നടത്തുന്നു, നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഇങ്ങനൊരു പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2011 ഒക്ടോബർ 30 ജർമ്മനിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് 19 വിഗ്രഹം ഇയാൾ കടത്തിയ കേസിലാണ് ശിക്ഷിച്ചിരിക്കുന്നത്. വേറെയും 3 കേസുകൾ തമിഴ്നാട്ടിലുണ്ട്. അതിൽ 10 വർഷം തടവ്. അപ്പൊ അതിൽ നിന്നും മോചിപ്പിച്ചാൽ തന്നെ ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്യും. പിന്നെ അമേരിക്കയിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട്. അതുകൊണ്ട് ഇയാളെ വിട്ടുകിട്ടണമെന്ന് അമേരിക്ക നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കേസിൽ ഇയാളോടെ 10,000 രൂപയോ മറ്റോ പിഴയൊടുക്കാനോ മറ്റോ പറഞ്ഞപ്പോൾ ഇയാൾ പിഴയൊടുക്കിയില്ല, ചെറിയ തുകയായിട്ടും. കാരണം പിഴയൊടുക്കിയില്ലെങ്കിൽ 4 മാസം കൂടി ഇന്ത്യൻ ജയിലിൽ തന്നെ കിടക്കാമല്ലോ, അമേരിക്കയ്ക്ക് പോകണ്ടല്ലോ. അത് വിചാരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.